ചോദിക്കും, എന്താണ് ഈ ഫാമിലി വീക്ക് ഇത്ര നേരത്തെ വെച്ചത്, എന്തിനാണ് ഇവരെയൊക്കെ ഇപ്പൊ കൊണ്ടുവന്നത്? ഇപ്പൊ ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻസ്, ലൈക്ക് കൂടുതൽ ഗെയിംസും കാര്യങ്ങളൊക്കെ നടക്കേണ്ട സമയമല്ലേ എന്ന്. അപ്പോ ചില സ്ഥലങ്ങളിൽ നമ്മൾ വീഡിയോസും ന്യൂസും കണ്ടായിരുന്നു, നേരത്തെ കൊണ്ടുവന്ന് ജാസ്മിനെ നേരത്തെ പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ പറയും ഈ ചേച്ചിക്ക് ജാസ്മിനെ കുറ്റം പറയല്ലാതെ വേറെ ഒരു പരിപാടിയില്ലെന്ന്. ചില കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ എങ്ങനെ പറയാതിരിക്കും? എല്ലാം പറയാം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പ്ലീസ്. അതുപോലെ തന്നെ ലൈക്കും കമന്റ്സ് ഒക്കെ ഇടണം. അപ്പൊ ഇന്ന് ഞാൻ പ്രത്യേകം പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്സരയുടെ ഫാമിലി വന്നു. അപ്സരയുടെ അമ്മയും അതുപോലെ തന്നെ അപ്സരയുടെ ഹസ്ബൻഡും വന്നായിരുന്നു കേട്ടോ. അപ്പോ മെയിൻ കാര്യം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. അതിനു മുമ്പ് ജസ്റ്റ് ഇങ്ങനെ എൻട്രി ഉണ്ടായി കഴിഞ്ഞപ്പോ അപ്സരയുടെ അമ്മ എല്ലാവരെയും ഹഗ് ചെയ്യുന്നുണ്ട്, എല്ലാവരെയും ഇഷ്ടാന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അഭിഷേകിനോടാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ അമ്മ അഭിഷേകിനെ കാണുമ്പോൾ പറയുന്നുണ്ട്, മകനെ അമ്മ വന്നു എന്ന് പറയുന്നുണ്ട്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം അഭിഷേകിന് അമ്മയില്ലെന്നും. അതുപോലെ തന്നെ അഭിഷേക് എഴുതിയ ആ ഒരു ലെറ്ററും കാര്യങ്ങളൊക്കെ, അമ്മയ്ക്ക് എഴുതിയ ഒരു കത്ത് വളരെയധികം നമുക്ക് വിഷമം തോന്നിയ ഒരു കത്തായിരുന്നു അല്ലെ. അഭിഷേകിന്റെ വാക്കുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഭയങ്കര വിഷമിപ്പിച്ചതാണ്. അപ്പോ അപ്സരയുടെ അമ്മ വന്ന് അങ്ങനെ അഭിഷേകിനോട് പറഞ്ഞപ്പോ എന്താണെന്നറിയത്തില്ല, നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. അഭിഷേകിനും ഫീൽ ചെയ്തു. കാരണം അഭിഷേക് അത് പിന്നീട് വേറൊരു കണ്ടസ്റ്റന്റിനോട് ആ കാര്യം പറയുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് മെയിൻ കാര്യം പറഞ്ഞില്ല, നിങ്ങൾ എന്നെ വഴക്ക് പറയും. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും കൂടി ലിവിംഗ് റൂമിൽ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പൊ അപ്സരയുടെ അമ്മ ജാസ്മിനെ പ്രത്യേകം വിളിച്ച് അടുത്തിരുത്തുന്നു. ജാസ്മിനെ വിളിച്ച് അടുത്തിരുത്തിയ സ്പോട്ടിൽ തന്നെ നമ്മുടെ അപ്സര ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അതാണ് ഇവിടെ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. അപ്സര പറയുവാണ്, എല്ലാ അമ്മമാരും വരുമ്പോ ജാസ്മിനോട് ഒരു പ്രത്യേക സ്നേഹം. എല്ലാവരും എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, നമുക്കറിയാം കേരളത്തിൽ ഈ ബിഗ് ബോസ് മലയാളം സീസൺ 6 കണ്ടുകൊണ്ടിരിക്കുന്ന മിക്കവാറും ആളുകൾക്ക് നമുക്ക് ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി കാണിച്ചു കൂട്ടിയ ഒരു കാര്യങ്ങളും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരു അമ്മമാർക്കും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അതായത് 2024 ജീവിക്കുന്ന ആളുകളുടെ കാര്യമാണ്. വരാൻ പോകുന്ന ഒരു 50-60 വർഷം കഴിയുമ്പോൾ ആളുകൾ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. അവരുടെ കാര്യമല്ല കേട്ടോ, സാധാ ആളുകളുടെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടോ ബിഗ് ബോസ് സീസൺ 6ലേക്ക് വരുന്ന എല്ലാ ഫാമിലിയിലെ അമ്മമാർക്കും ജാസ്മിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. അപ്പൊ അൻസിബയുടെ അമ്മ വന്നപ്പോഴും നമ്മൾ കേട്ടായിരുന്നു, നമ്മൾ അറിഞ്ഞായിരുന്നു അൻസിബയുടെ അമ്മേനെ നന്നായി പഠിപ്പിച്ച് സ്ക്രിപ്റ്റ് വഴിയായിട്ട്, അതായത് ചെല്ലുമ്പോൾ തന്നെ ജാസ്മിനോട് ഒരു പ്രത്യേക ഇഷ്ടം കാണിക്കണം, ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ നന്നായി ബൂസ്റ്റ് ചെയ്യണം എന്നൊക്കെ പഠിപ്പിച്ചിട്ടാണ് ബിഗ് ബോസ് അണ്ണൻ അങ്ങോട്ട് കയറ്റി വിട്ടത്. നിങ്ങൾ നോട്ടീസ് ചെയ്തില്ലേ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് അല്ലേ? ഇന്നത്തെ കാര്യം കൂടി ആവുമ്പോൾ നമുക്കത് 100% നമുക്കത് ശരിവെക്കാൻ പറ്റും. കാരണം എനിക്ക് തോന്നുന്നു ഇവർക്ക് ഇപ്പൊ അപ്സരയ്ക്കാണെങ്കിലും കോൺട്രാക്റ്റും ഒക്കെ ഉള്ള കാരണം ബിഗ് ബോസ് പറയുന്ന കാര്യങ്ങൾ ഒരു പരിധി വരെ ചെയ്യേണ്ടി വരുമായിരിക്കാം. അപ്പൊ ഫാമിലി വരുമ്പോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം, ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കണം. കാരണം ബിഗ് ബോസ് അണ്ണൻ ജാസ്മിൻ ചേച്ചിനെ വിളിപ്പിച്ചുകൊണ്ടിരിക്കുക, അതെല്ലാവർക്കും മനസ്സിലാവും. ബിഗ് ബോസ് സീസൺ 6 വേറെ ഒരു ലേഡി കണ്ടസ്റ്റന്റോ അല്ലെങ്കിൽ വേറൊരു കണ്ടസ്റ്റന്റ് ഇല്ലേ എന്നാ ചോദിക്കുന്നത്. എല്ലാവരും വരുമ്പോ ജാസ്മിനെ മാത്രം പൊക്കിപ്പിടിച്ച് നമ്മുടെ ഹോട്ടൽ ടാസ്കിൽ വന്ന ഗസ്റ്റ് മുതൽ എല്ലാവരും ഇങ്ങോട്ട് ജാസ്മിനെ മാത്രം പൊക്കി പറയുന്നു. എന്റെ ബിഗ് ബോസ് എണ്ണ ആരെങ്കിലും വേറൊരു ഫാമിലി വരുമ്പോ വേറൊരു കണ്ടസ്റ്റന്റിനെ പറയും. കാരണം ഇതൊക്കെ ഒരു ഓർഗാനിക് വേല നടക്കുന്നത് പോലെ നമുക്ക് തോന്നണ്ടേ? ഇത് കൃത്യമായിട്ട് പറഞ്ഞ് പഠിപ്പിച്ച് വിട്ട് നിങ്ങൾ ചെല്ലുമ്പോൾ ജാസ്മിനെ മാത്രം സ്നേഹിക്കണം, ജാസ്മിനെ മാത്രം പൊക്കിപ്പിടിച്ച് പറയണം, ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ഒരു തെറ്റും ചെയ്യാത്ത പോലെ അഭിനയിക്കണം. എന്തൊരു ടൈപ്പാണെന്നേ. സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതുപോലെ ഇപ്പോൾ തന്നെ ഈ ഫാമിലി എൻട്രി വെച്ചതുപോലും ജാസ്മിന് വേണ്ടിയിട്ടാണോ മലയാളം ബിഗ് ബോസ് സീസണിലെ ഓരോ ദിവസവും അവിടുത്തെ ക്രൂ മെമ്പേഴ്സ് വർക്ക് ചെയ്യുന്നത് എന്ന്. കാരണം കൃത്യമായി നമ്മുടെ കൺമുമ്പിലേക്കാണ് ഈ വക കാര്യങ്ങൾ കാണുന്നത്. എനിക്ക് തോന്നുന്നില്ല ഈ വന്ന രണ്ടമ്മമാർ, ഇപ്പൊ അൻസിബയുടെ അമ്മയാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പൊ വന്ന അപ്സരയുടെ അമ്മയാണെങ്കിലും ഒരു ചാൻസ് ഇല്ല സ്ട്രെയിറ്റ് വന്ന് ജാസ്മിനെ നീയാണ് ഇവിടുത്തെ ഏറ്റവും നല്ല കുട്ടി എന്നും പറഞ്ഞു മടിയിൽ കയറ്റിയിരുത്താൻ മാത്രമുള്ള ഒരു ക്വാളിറ്റിയും നമ്മൾ കാണുന്നില്ല. അപ്പോ ഇത് ഉറപ്പായിട്ടും ബിഗ് ബോസ് മാമൻ നല്ല അടിപൊളിയായിട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായി അവരവിടെ പോയി കാണിക്കുന്നു. അത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ഇതിലിപ്പോ ആർക്ക് എന്ത് പൊങ്കാല ഇടണമെന്ന് തോന്നിയാലും
വേഗം ഓടി വന്ന് നമ്മുടെ വീഡിയോയുടെ താഴെ ഇട്ടോ. പക്ഷെ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നെ ഇരിക്കും. നല്ല അടിപൊളി, നല്ല പ്ലസന്റ് ആയിട്ടിരിക്കുന്ന ഒരു അമ്മയാണ് അപ്സരയുടെ അമ്മ. ജാസ്മിനെ വിളിച്ച് അടുത്തിരുത്തി എന്ന് മാത്രമേ ഉള്ളൂ. അത് ബിഗ് ബോസിന്റെ സ്ക്രിപ്റ്റ് പ്രകാരം ചെയ്തതായിരിക്കും. ഉള്ളിൽ ഒരു ഇഷ്ടം കാണാൻ ഒരു ചാൻസ് ഇല്ല കേട്ടോ. പറയാതെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വരുന്ന എല്ലാ അമ്മമാരും ജാസ്മിൻ അനുഭവിക്കുന്ന വിഷമഘട്ടങ്ങൾ കണ്ട് ഈവൻ ഇന്ന് പോലും അപ്സരയെ കുറ്റം പറഞ്ഞ വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തിനെ വിളിച്ച് അപ്സരയുടെ അമ്മ അടുത്തിരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. തലയിൽ എന്തെങ്കിലും ഉള്ള ആളുകൾ ആലോചിച്ച് നോക്കാം ഇത് ആരുടെ പ്ലാൻ ആയിരിക്കും എന്നുള്ളത്. അപ്പൊ നമ്മളെയൊക്കെ ഓരോ ദിവസവും വീണ്ടും വീണ്ടും വിഡ്ഢികളാക്കിക്കൊണ്ടാണ് ഈ ഷോ മുന്നോട്ട് പോകുന്നത്. ഇതൊരു 10-20 ദിവസം കൂടി ഈ ഒരു 10-25 ദിവസം കൂടി നമ്മൾ ഈ കലാപരിപാടികൾ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കണം. ഒരു ഡൗട്ടും വേണ്ട, ഫുള്ളി സ്ക്രിപ്റ്റ് ആണ്. ബിഗ് ബോസ് പറയുന്ന അതേ മാർഗത്തിലൂടെ വരുന്ന ഫാമിലികൾ പോകാൻ ചാൻസുകളുള്ളൂ. അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയുമായി തിരിച്ചു വന്നിരിക്കും. എല്ലാവർക്കും ബൈ.